എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ SCRT ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 2 പ്രകാരം ഇന്ത്യൻ ഭൂമിശാസ്ത്രം പ്രകാരമുള്ള SCRT ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന്. ഇതിൽ മൊത്തം നമ്മൾ 4 ചാപ്റ്റർ ചർച്ച ചെയ്തു. അതിൽ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 8ാം അധ്യായം ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ള അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മൊഡ്യൂൾ 3 പ്രകാരമുള്ള ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2 പ്രകാരമുള്ള മൊഡ്യൂൾ 1 കറണ്ട് അഫയേഴ്സാണ്. അത് നമ്മൾ നോക്കിയിട്ടില്ല. അതിൻ്റേത് ഞാനൊരു ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ പിന്നീട് ചെയ്തു തരാം. ഇത് മൊഡ്യൂൾ 2 ഇന്ത്യ ഭൂമിശാസ്ത്രത്തിൻ്റെ ക്ലാസ്സാണ്. അവസാന ഭാഗമാണ് ഇന്ന്. SCRTC ബേസ് ചെയ്തുകൊണ്ടുള്ള അവസാന ഭാഗമാണ്. ഇനി നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ഉൾപ്പെടുത്തി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അപ്പോൾ പിന്നെ എക്സ്ട്രാ നമുക്ക് വേറെ ഡീറ്റെയിൽസ് കിട്ടുമെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തി ഞാൻ ഒരു ക്ലാസ്സും കൂടി ചെയ്തു തരാം. അപ്പോൾ നമുക്ക് ഇത് SCRTയിലെ അവസാന ചാപ്റ്ററാണ്. നമുക്കിപ്പോൾ ആദ്യം ഫുള്ള് SCRT കവർ ചെയ്യാം. അതിനുശേഷം നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ അവസാന ഭാഗമായ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് അവസാനത്തെ ടോപ്പിക്ക്. വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. നമ്മൾ പറഞ്ഞു, ഉപദ്വീപീയ പീഠഭൂമിയിലാണ് ധാതുക്കളുടെ കലവറ എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പോൾ വൈവിധ്യമാർന്ന ധാതു വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യ. ധാതു വൈവിധ്യങ്ങൾ ഇന്ത്യയിൽ ധാരാളമുണ്ട്. ഇവിടെ ഒന്നും ഇമ്പോർട്ടൻ്റ് പോയിൻ്റില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണം, അത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ ധാതു വിഭവങ്ങളിൽ ഏറിയ പങ്കും ഉപദ്വീപീയ പീഠഭൂമിയിലെ ആഗ്നേയ കായാന്തരിക ശിലകളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് പറഞ്ഞതാണ്. കാർഷിക വിളകൾ, കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കെന്ന പോലെ ധാതു വിഭവങ്ങൾ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. ജസ്റ്റ് വായിച്ചു പോയാൽ മതി, ഇവിടെ ഒന്നും കാര്യപ്പെട്ട പോയിൻറ്റുകളൊന്നുമില്ല. ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറക്ക് നിദാനമാകുന്നത് ഇവിടുത്തെ ധാതു വിഭവങ്ങളാണ്. നമുക്കറിയാലോ, ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ് ഇന്ത്യയിൽ കൂടുതലുള്ളത്. അപ്പോൾ വ്യാവസായിക വളർച്ചക്കൊക്കെ പങ്കുവഹിക്കുന്നത് ധാതുക്കൾ തന്നെയാണ്. ഇനി ധാതുക്കളെ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം എന്ന് നോക്കാം. ധാതുക്കളെ നമുക്ക് ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും തരംതിരിക്കാം. ധാതുക്കളെ ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും തരംതിരിക്കാം. ഇനി ലോഹധാതുക്കളാണെങ്കിലോ, ലോഹധാതുക്കളെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തവ. അപ്പോൾ ധാതുക്കളെ നമുക്ക് ലോഹധാതുക്കൾ, അലോഹധാതുക്കൾ എന്ന് തരംതിരിക്കാം. അതിൽ തന്നെ ലോഹധാതുക്കളെ ഇരുമ്പിൻ്റെ അംശമുള്ളവയും ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തവയും എന്ന രീതിയിൽ വീണ്ടും രണ്ട് സബ് കാറ്റഗറികൾ ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ അംശമുള്ള ധാതുക്കൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഇരുമ്പയിരും മാംഗനീസും. ഇരുമ്പയിര് പിന്നെ നമുക്ക് പേരിൽ തന്നെ കിട്ടും, കൂടാതെ മാംഗനീസാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ അംശമുള്ള അയിരുകൾ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇരുമ്പയിരും മാംഗനീസുമാണ്. ഇരുമ്പിൻ്റെ അംശമുള്ളവ ഇരുമ്പയിര്, മാംഗനീസ്. ഇരുമ്പ് എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ മാംഗനൈസ് എന്ന് കൂടി ഓർത്താൽ മതി. ഇരുമ്പ് എന്ന് എഴുതുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ ഇരുമ്പ് എന്ന് മംഗ്ലീഷാക്കി എഴുതുമ്പോൾ അതിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് മാംഗനൈസായി കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ധാതുക്കൾ ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി, ചെമ്പ്. അത് നമുക്കറിയാം. കൂടാതെ ബോക്സൈറ്റും. സ്വർണം, വെള്ളി, ചെമ്പും ബോക്സൈറ്റുമാണ് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾ. അപ്പോൾ ലോഹധാതുക്കളെ ഇരുമ്പിൻ്റെ അംശമുള്ളവയും ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയും എന്ന് തരംതിരിക്കാമെന്ന് പറഞ്ഞു. ഇരുമ്പിൻ്റെ അംശമുള്ളവ ഏതൊക്കെയാണ്? ഇരുമ്പയിരും മാംഗനീസും. ഇരുമ്പിൻ്റെ അംശമില്ലാത്ത ലോഹധാതുക്കളാണ്
സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അലോഹധാതുക്കളെ ധാതു ഇന്ധനങ്ങളെന്നും മറ്റു ധാതുക്കളെന്നും തരംതിരിക്കാം. അലോഹധാതുക്കളെ ധാതു ഇന്ധനങ്ങളെന്നും മറ്റു ധാതുക്കളെന്നും തരംതിരിക്കാം. ഈ ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കൽക്കരിയും പെട്രോളിയവുമാണ്. ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണം കൽക്കരിയും പെട്രോളിയവുമാണ്. മറ്റു ധാതുക്കൾക്ക് ഉദാഹരണം അബ്രമാണ്. അപ്പോൾ ധാതു ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരിയും പെട്രോളിയവുമാണ്. മറ്റു ധാതുക്കൾക്ക് ഉദാഹരണം അബ്രമാണ്. അലോഹധാതുക്കളെ ധാതു ഇന്ധനങ്ങളും മറ്റു ധാതുക്കളെന്നും തരംതിരിക്കാം. ധാതു ഇന്ധനങ്ങളാണ് കൽക്കരി, പെട്രോളിയം. മറ്റു ധാതുക്കളാണ് അബ്രം. ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ. നമുക്കറിയാലോ, ലോഹധാതുക്കളാണ് ലോഹങ്ങളുടെ സ്രോതസ്സുകൾ. ലോഹധാതുക്കൾ ഇരുമ്പിൻ്റെ അംശമുള്ളവയും അല്ലാത്തതെന്നും തരംതിരിക്കാൻ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇരുമ്പയിര് നിക്ഷേപങ്ങളും ഇരുമ്പുരുക്ക് വ്യവസായവും. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. അത് നമ്മൾ പറഞ്ഞതാണ്. ഇരുമ്പയിരിൽ നിന്നാണ് ഇരുമ്പ് എന്ന ലോഹം വേർതിരിച്ചെടുക്കുന്നത്. മാഗ്നൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെയുള്ള ചോദ്യം നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം? ഇന്ത്യയിൽ കാണപ്പെടുന്ന ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്? മാഗ്നൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. MHLS. ഇങ്ങനെ 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ലോകത്തിൻ്റെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. ഇതും ഒരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ലോകത്തിൻ്റെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൻ്റെ എത്ര ശതമാനം ഇന്ത്യയിൽ നിന്നുള്ളത്? 20%. ലോകത്തിൻ്റെ ഇരുമ്പയിര് നിക്ഷേപത്തിൽ 20% ഇന്ത്യയിൽ നിന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഇരുമ്പയിരിൻ്റെ നിക്ഷേപങ്ങൾ ഏതൊക്കെ ഇന്ത്യയിൽ കാണപ്പെടുന്ന നിക്ഷേപങ്ങൾ നമ്മൾ പറഞ്ഞു. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. അപ്പോൾ 2 പോയിൻ്റുകൾ ഏതൊക്കെയാണ്? ലോകത്തെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിൽ 20% ഇന്ത്യയിലാണ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിൻ്റെ 50 മുതൽ 60% വരെ ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി, ഇത് വായിച്ചു പോവാം. പക്ഷേ ഈ 20% അതേപോലെ കയറ്റുമതിയിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനം, ഇത് രണ്ടും ഓർത്തിരിക്കണം. പിന്നെ മുകളിൽ പറഞ്ഞ ഇരുമ്പയിരിൻ്റെ നിക്ഷേപങ്ങൾ, ഇന്ത്യയിൽ കാണപ്പെടുന്ന 4 തരം ഇരുമ്പയിര് നിക്ഷേപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഇനി ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയാണ്? ഇത് പ്രധാനപ്പെട്ടതാണ്. ഇത് നമുക്ക് ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന, ജോഡി ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തതാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, താർ. സുന്ദർഗഡ്, മയൂർഭഞ്ച്, താർ എന്നീ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഒഡീഷ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് നിക്ഷേപ ഖനന കേന്ദ്രങ്ങളാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, താർ. ജാർഖണ്ഡിലാണെങ്കിലോ സിംഗ്ബം ദുർഗാണ് ജാർഖണ്ഡിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ. കർണാടക ആണെങ്കിൽ ബെല്ലാരി, ചിക്ക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. കർണാടകത്തിലാണെങ്കിൽ ബെല്ലാരി, ചിക്ക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. അപ്പോൾ കർണാടകയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകളാണ് ബെല്ലാരി, ചിക്ക്മംഗ്ലൂർ, ഷിമോഗ, ചിത്രദുർഗ്. ഗോവയിൽ മർമഗോവ. അത് പിന്നെ ഓർത്തിരിക്കാൻ പണിയൊന്നുമില്ല, പേരിൽ തന്നെയുണ്ട്. ഗോവയിലെ മർമഗോവ. തമിഴ്നാടാണെങ്കിൽ സേലം, നീലഗിരിയാണ്. തമിഴ്നാട്ടിലത്തെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകളാണ് സേലം, നീലഗിരി. അപ്പോൾ ഈ പോയിൻ്റ്, ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർത്തിരിക്കുക. ഞാൻ പറയുമ്പോൾ നോട്ടിലേക്ക് എഴുതി വെച്ചു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ഭാഗം നോക്കാം.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് എന്നിവയാണ് ഇരുമ്പ് ഉരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ പ്രധാന ഒരു അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ അസംസ്കൃത വസ്തുക്കൾ പറഞ്ഞു. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇന്ത്യയിൽ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായി കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൽക്കരി പാടങ്ങൾക്ക് സമീപത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ കൽക്കരിയാണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തു. അപ്പോൾ കൽക്കരി പാടത്തിൻ്റെ അടുത്ത് തന്നെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത് കൊണ്ട് വലിയൊരു സൗകര്യമാണ്. പിന്നെ ഈ അസംസ്കൃത വസ്തുക്കൾക്ക് പുറമെ ജലലഭ്യതയും ഗതാഗത സൗകര്യവും കയറ്റുമതി സൗകര്യവും തൊഴിലാളികളുടെ ലഭ്യതയൊക്കെ നോക്കിയിട്ടാണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ സ്ഥാനനിർണ്ണയം പരിഗണിക്കുന്നത്. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ സ്ഥാപിക്കാൻ പിന്നെ അസംസ്കൃത വസ്തുക്കൾക്ക് പുറമെ ജലലഭ്യതയും ഗതാഗത സൗകര്യവും കയറ്റുമതിയും തൊഴിലാളികളുടെ ലഭ്യതയൊക്കെ നോക്കിയിട്ടാണ് ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥാപിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കോളമാണ് ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സവിശേഷത. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അവയുടെ സവിശേഷതകളുമാണ്. ഇതിൽ നിന്ന് ഒരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം നമുക്ക് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ടിസ്കോ. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി അഥവാ ടിസ്കോ. ഇത് സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണെന്ന് ചോദിച്ചാൽ ടിസ്കോ ആണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്. അത് ജംഷഡ്പൂരിലാണ്, ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് ഇസ്കോ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. നമ്മൾ ആദ്യം പറഞ്ഞത് ടിസ്കോ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. ജംഷഡ്പൂരിലാണ്. ടാറ്റൻ്റെയാണ്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അഥവാ ഇസ്കോ കുൾട്ടി, ബർൺപൂർ, ഹിരാപൂർ, പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബർൺപൂർ, ഹിരാപൂർ എന്നിവിടങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബർൺപൂർ, ഹിരാപൂർ എന്നിവിടങ്ങളിലാണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അഥവാ ഇസ്കോ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. അപ്പോൾ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ അഥവാ ഇന്ത്യൻ അയൺ സ്റ്റീൽ ആൻഡ് കമ്പനി. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അഥവാ ഇസ്കോ പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ടിസ്കോ ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് ശാല സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. പൊതുമേഖലയിലെ ആദ്യത്തേത് ഇസ്കോ ആണ്. അത് പശ്ചിമ ബംഗാളിലാണ്. ടാറ്റൻ്റെത് ജാർഖണ്ഡിലാണ്, ജംഷഡ്പൂരിലാണ്. ഇനി കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSൻ്റെ ഖാദി ബോർഡ് LDCൻ്റെയും യൂണിവേഴ്സിറ്റി LGSൻ്റെയൊക്കെ പ്രിലിംസ് ഘട്ടങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് വിശ്വേശ്വരയ്യ അയൺ സ്റ്റീൽ ആൻഡ് വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, VISL. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കർണാടകയിലെ ഭദ്രാവതിയിലാണ്. കർണാടകയിലെ ഭദ്രാവതിയിലാണ്.
ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഇതായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് കമ്പനിയാണ്. അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. VISL, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, VISL. കർണാടകയിലെ ഭദ്രാവതിയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പേരിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. വിശ്വേശ്വരയ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കന്നഡ ടച്ച് വരുന്നുണ്ടല്ലോ പേരിൽ. അപ്പോൾ അങ്ങനെ തന്നെ കണക്ട് ചെയ്താൽ കിട്ടും. പിന്നെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായ്, ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, HSL, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായ്, ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. അപ്പോൾ HSL സ്ഥാപിച്ചത് ആരുടെ സഹായത്തോടെയാണ്? റഷ്യയുടെ സഹായത്തോടെയാണ്. 1959 HSL അഥവാ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിക്കാൻ സഹായിച്ചത് ആരാണ്? റഷ്യയാണ്. ഭിലായ് ആണ്. ഭിലായ് സ്ഥലം ദുർഗ്, ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായ്. അപ്പോൾ ഭിലായ് റഷ്യ. ഇനി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല ഒഡീഷയിലെ സുന്ദർഗഡാണ്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. അപ്പോൾ ഭിലായിലെ HSL സ്ഥാപിച്ചത് റഷ്യയുടെ സഹായത്തോടെ. റൂർക്കേലയാണെങ്കിലോ ജർമ്മനിയുടെ സഹായത്തോടെ. രണ്ടും 1959 വർഷം. അപ്പോൾ ഹിന്ദുസ്ഥാൻ HSL റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് സുന്ദർഗഡ് ഒഡീഷയിലാണ്. ഒഡീഷയിലെ സുന്ദർഗഡിലാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. ഭിലായ് ആരാണ്? റഷ്യയാണ്. റൂർക്കേല ആരാണ്? ജർമ്മനിയാണ്. റൂർ എന്നിങ്ങനെ ഒരു പ്രാസ് ഒപ്പിച്ച് പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല, ജർമ്മനി. രണ്ടും 1959. സംസ്ഥാനങ്ങളും ഓർത്തിരിക്കും. ഇനി HSL ദുർഗാപൂരോ? ദുർഗാപൂർ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണ്. അത് സ്ഥാപിച്ചത് UK സാങ്കേതിക സഹായത്തോടെയാണ്. 1962 UK സാങ്കേതിക സഹായത്തോടെയാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ സ്ഥാപിച്ചു 1962. ആരുടെ? UK, അതായത് ഇന്നത്തെ ഇംഗ്ലണ്ട്, യുണൈറ്റഡ് കിങ്ഡം, UK അഥവാ ഇന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെയാണ് ദുർഗാപൂരിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിച്ചത്. 1962 ദുർഗാപൂർ HSL സ്ഥാപിച്ചത് UK സാങ്കേതിക സഹായത്തോടെയാണ്. 1962. ഈ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ബൊക്കാറോ 1964 റഷ്യയുടെ സഹായത്തോടെയാണ്. 1964 റഷ്യയുടെ സഹായത്തോടെയാണ്. ബൊക്കാറോ ജാർഖണ്ഡിലെ സ്ഥലമാണ്. ജാർഖണ്ഡ് സംസ്ഥാനത്തെ സ്ഥലമാണ് ബൊക്കാറോ. അപ്പോൾ HSL ബൊക്കാറ 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ്. ജാർഖണ്ഡിലാണ് ബൊക്കാറോ. അപ്പോൾ റഷ്യയുടെ സഹായത്തോടെ 2 എണ്ണമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. HSL ഭിലായ്, അതുപോലെ HSL ബൊക്കാറോ, അതും B ആണ് വരുന്നത്. ഈ 2 B വെച്ച് വരുന്നതും റഷ്യയുടെ സഹായത്തോടെയാണ്. ഇനി റൂർക്കേലയാണെങ്കിലോ റൂർക്കേല ജർമ്മനി. പിന്നെ ദുർഗാപൂരാണ് ഇതിൽ. ദുർഗാപൂർ UK ആണ്. ദുർഗാപൂർ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? DK എന്ന് ഇങ്ങനെ ഷോർട്ടാക്കി എഴുതാം. ശരിക്കും അങ്ങനെ എഴുതാൻ കഴിയില്ല. പക്ഷെ ദുർഗാപൂർ എന്നുള്ളത് നിങ്ങൾ DK എന്ന് ആയിക്കോളൂ. G എന്നൊക്കെ പകരം DK എന്ന് എഴുതാൽ അപ്പോൾ UK അങ്ങനെ കണക്ട് ചെയ്തൂടെ.
അപ്പോൾ ഇത് ഈ കോളം പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്, നിലവിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടേബിളാണ് ഇത്. ഇത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാം. അതേപോലെ ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞല്ലോ. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഉണ്ട്, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഉണ്ട്, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. പിന്നെ ഇതിൻ്റെ സംസ്ഥാനങ്ങൾ ചോദിക്കാം, ഇത് എവിടെയാണെന്ന് ചോദിക്കാം. പിന്നെ അതേപോലെ ചോദിക്കാറുള്ളത് രാജ്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളുടെ സഹായത്തോടെ ഏതൊക്കെ സ്ഥാപിച്ചു എന്നാണ്. ഇത് ഒരുപാട് തവണ ഇപ്പോൾ കഴിഞ്ഞ 2 യൂണിവേഴ്സിറ്റി ജസിൻ്റെ പ്രിലിംസിലും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഘട്ട അവസാന ഘട്ട ഖാദി ബോർഡ് LDCൻ്റെ പ്രിലിംസിലും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇരുമ്പയിരിലെ പ്രധാനപ്പെട്ട ഒരു അയിരാണ് മാംഗനീസ്. മാംഗനീസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കൽക്കരിയെ നമ്മൾ പറഞ്ഞു, കൽക്കരി പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തുവാണ് പറഞ്ഞു. വേറൊന്നാണ് മാംഗനീസ്. കൽക്കരി അസംസ്കൃത വസ്തുവാണ്, മാംഗനീസ് ലോഹധാതുവാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ അംശമുള്ള ലോഹധാതുവാണ് മാംഗനീസ്. ഇനി മാംഗനീസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. മാംഗനീസ് ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപമായി പൊതുവേ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു ഏതാണ്? മാംഗനീസാണ്. ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപമായി മാംഗനീസും കണ്ടുവരുന്നു. ഒഡീഷയാണ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ. കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റു പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ മാംഗനീസിൻ്റെ ഉൽപ്പാദനത്തിൽ ഒഡീഷയാണ് ഏറ്റവും മുന്നിൽ. കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും മാംഗനീസിൻ്റെ ഉൽപ്പാദനം ഉണ്ട്. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നത് മാംഗനീസ് ഉപയോഗിക്കുന്നു. അപ്പോൾ മാംഗനീസിൻ്റെ ഉപയോഗം എന്താണ്? ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിനാണ് മാംഗനീസ് ഉപയോഗിക്കുന്നത്. മാംഗനീസിൻ്റെ പ്രത്യേകതകൾ ഇതുപോലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ ചിലപ്പോൾ കോപ്പി പേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. അതിലൂടെ ഈ ലോഹധാതു എന്നുള്ളത് ചിലപ്പോൾ അസംസ്കൃത വസ്തു എന്ന് കൊടുത്താൽ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ ലോഹധാതു, മാംഗനീസ് എന്താണ്? ലോഹധാതു. ഇങ്ങനെയൊക്കെയാണ് സാധാരണ തെറ്റ് കൊടുത്തു വരാറുള്ളത്. ശരിയായവ കണ്ടെത്തുക, തെറ്റായവ കണ്ടെത്തുക. നമ്മൾ ആ ഫ്ലോയിൽ അങ്ങനെ വായിച്ചാൽ ഇത് നമുക്കറിയില്ല. അപ്പോൾ വരികൾക്ക് ഇടയിലൂടെ ശ്രദ്ധിച്ച് വായിക്കണം എന്ന് പറയുന്നത് ഇതാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു എന്നുള്ളത് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യണം. ഇരുമ്പയിര് നിക്ഷേപങ്ങൾക്ക് സമീപത്തായി പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. അതിൽ പിന്നെ വല്ലാതെ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യതയില്ല. ഇനിയാണ് ഒഡീഷയാണ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ എന്നുള്ളത്. ഈ ഒഡീഷയ്ക്ക് പകരം വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പേര് കൊടുക്കും. അപ്പോൾ ഒഡീഷയാണ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ എന്നുള്ളത് പിന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശാണ്. ഈ 3 സംസ്ഥാനങ്ങൾ ഓർത്തിട്ടുണ്ട്. ഇതല്ലാത്ത വേറെ സംസ്ഥാനം കൊടുക്കും. അപ്പോൾ അങ്ങനെയും വരാം. അല്ലെങ്കിൽ ഒഡീഷയാണ് മുന്നിൽ എന്നുള്ളതിൽ അതും തെറ്റിച്ച് ശരിയായവ തെറ്റായവ കണ്ടെത്താൻ പറയും. കോപ്പി പേസ്റ്റ് വരുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. അതിലിവിടെ ഇരുമ്പുമായി കൂട്ടിക്കലർത്തി എന്നുള്ളത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വരാം. വല്ല ചെമ്പുമായോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അലോഹമായി കൂട്ടിച്ചേർത്തിനോ അങ്ങനെയൊക്കെ തെറ്റിച്ച് വരാൻ സാധ്യതയുണ്ട്. എന്ത് കൂട്ടിക്കലർത്തിയിട്ട് സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നു. അതുപോലെ ഇതുപോലെ സങ്കരലോഹങ്ങൾ എന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ മാംഗനീസിന് പകരം ഇവിടെ വേറെ കൊടുത്താലും അതും തെറ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയും സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം, എങ്ങനെ തെറ്റ് വരിക. അപ്പോൾ നമ്മൾ ഏത് വന്നാലും അത് നേരിടാൻ തയ്യാറാവണം. ഇനി പ്രധാനപ്പെട്ട ധാതുക്കളും അവയുടെ ഉപയോഗവും പ്രധാന ഉൽപ്പാദന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ധാതുക്കൾ, അവയുടെ ഉപയോഗം എന്താണെന്നും അവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളും ഒന്ന് നോക്കാം. ആദ്യത്തേതാണ് സ്വർണം. സ്വർണം കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ആഭരണ നിർമ്മാണമാണ്, നമ്മൾക്കൊക്കെ അറിയാം. കർണാടകമാണ് അതിൻ്റെ സംസ്ഥാനം, കർണാടകമാണ്. ഇത് പിന്നെ ഒരുവിധ ആൾക്ക് തെറ്റാൻ സാധ്യതയില്ല. കർണാടകം, കോലാർ ഗോൾഡ് ഫീൽഡ്, KGF
ഒക്കെ റിലേറ്റഡ് ആയതുകൊണ്ട് ഇത് മറക്കാൻ സാധ്യതയില്ല. അടുത്ത ധാതുവാണ് വെള്ളി. വെള്ളിയും ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ ഇലക്ട്രോപ്ലേറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും. വെള്ളി ഉപയോഗിക്കുന്നത് ആഭരണ നിർമ്മാണം, പ്ലേറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും. ഇത് രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം എന്നിവിടങ്ങളിലാണ് പ്രധാന ഉൽപ്പാദന സംസ്ഥാനങ്ങൾ. വെള്ളി എവിടെ നിന്നൊക്കെയാണ്? രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം. സിൽവർ രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം ആണ് പ്രധാന ഉൽപ്പാദന സംസ്ഥാനങ്ങൾ. ചെമ്പ് അഥവാ കോപ്പർ. ചെമ്പ് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നു. ചെമ്പിൻ്റെ ഉപയോഗം എന്താണ്? വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്നതാണ് ചെമ്പ്. ചെമ്പ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ചെമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ. ചെമ്പിൻ്റെ ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ്. അടുത്തതാണ് ബോക്സൈറ്റ്. ധാതുവാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റിൻ്റെ ഉപയോഗം അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ് എന്ന്. ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര്. ഇനി വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. അപ്പോൾ വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, അത് ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നിവങ്ങളാണ് ഉൽപ്പാദന സംസ്ഥാനങ്ങൾ. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണ് ബോക്സൈറ്റിൻ്റെ ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, അതങ്ങനെ തന്നെ ഓർത്തിരിക്കണം. അതുപോലെ വിമാനം, വൈദ്യുതോപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. ചോദ്യം നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാം, വിമാനത്തിന് ഉപയോഗിക്കുന്ന ഇരുമ്പയിര് ഏത് എന്ന് ചോദിച്ചാൽ ബോക്സൈറ്റാണ് ഉത്തരം. ഇനിയാണ് അബ്രം, മൈക്ക. അബ്രം അഥവാ മൈക്ക വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നു. അപ്പോൾ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നത് ഏതയിരാണ്? അഥവാ മൈക്കയാണ്. അബ്രം അഥവാ മൈക്കയാണ്. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ എന്നിവയാണ് ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ എന്നിവയാണ് മൈക്കയുടെ ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്റർ ആയിട്ടാണ് അബ്രം അഥവാ മൈക്കയെ ഉപയോഗിക്കുന്നത്. ഇനി ധാതു ഇന്ധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ധാതുക്കൾ നമ്മൾ പറഞ്ഞു, ലോഹധാതുക്കൾ പറഞ്ഞു. ഇനി അലോഹധാതുക്കളിലാണ് ധാതു ഇന്ധനങ്ങൾ. കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിൽ ഊർജ്ജങ്ങൾക്ക് ആവശ്യമായി നാം ആശ്രയിക്കുന്ന ധാതു വിഭവങ്ങളാണ്. കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങിയ മേഖലകളിലെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ധാതു ഇന്ധനങ്ങളെയാണ്, ധാതു വിഭവങ്ങളെയാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ്ജ വിഭവങ്ങൾ. അപ്പോൾ പ്രധാന ഊർജ്ജ വിഭവങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ. കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങിയ മേഖലകളിലെ ഊർജ്ജത്താവശ്യങ്ങൾക്കാണ് നമ്മൾ ധാതു വിഭവങ്ങളെ ഉപയോഗിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ടതാണ് കൽക്കരി. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. 2 പോയിൻ്റ് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സ് എന്ന് നമുക്ക് ചോദിച്ചാൽ ഉത്തരം കൽക്കരിയാണ്. അതുപോലെ ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ അതും കൽക്കരിയാണ്. ഇപ്പോൾ 2 ചോദ്യം ഈ 2 ബുള്ളറ്റ് പോയിന്റിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇനി അടുത്ത ഇതാണ് ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കൂടുതലായും ഉപയോഗിക്കപ്പെടുന്ന കൽക്കരിയുടെ രൂപം ഏതാണെന്ന് ചോദിച്ചാൽ ബിറ്റുമിനസ്. ഈ പോയിൻ്റ് അതുപോലെ ഇപ്പോൾ 3ാമത്തെ പോയിൻ്റ് 3 ചോദ്യമായി. അപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കൽക്കരിയുടെ രൂപം ഏതാണ്? ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും ഉപയോഗിക്കുന്നത്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ് പ്രധാന ഉൽപ്പാദക സംസ്ഥാനങ്ങൾ.
അപ്പോൾ കൽക്കരി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവയാണ്. ജാർഖണ്ഡിലെ ജാരിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാർഖണ്ഡിലെ ജാരിയയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എവിടെയാണെന്ന് ചോദിച്ച് സംസ്ഥാനങ്ങളുടെ പേരാണെങ്കിൽ നമ്മൾ ജാർഖണ്ഡ് എഴുതണം. സ്ഥലങ്ങളെ പേരാണ് തന്നിട്ടുള്ളത് വെച്ചാൽ ഓപ്ഷനിൽ ജാരിയ ഉണ്ടെങ്കിൽ ജാരിയ എന്നാണ് എഴുതേണ്ടത്. ഇനി ജാരിയ ഇല്ല, ജാർഖണ്ഡ് ഉണ്ടെങ്കിൽ ജാർഖണ്ഡാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. അപ്പോൾ ലിഗ്നൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. തമിഴ്നാട് എവിടെയാണ്? നെയ്വേലിയാണ്. അപ്പോൾ ലിഗ്നൈറ്റിൻ്റെ നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട് ഓപ്ഷനിൽ തന്നു വെച്ചാൽ നമ്മൾ തമിഴ്നാട് എന്ന് എഴുതണം. നെയ്വേലി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നെയ്വേലി എന്ന് എഴുതണം. അപ്പോൾ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നെയ്വേലിയാണ്. ജാർഖണ്ഡ് ജാരിയ കൽക്കരി പാടം. ബിറ്റുമിനസ് കൽക്കരി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരി ഇതാണ്. കൽക്കരിയുടെ രൂപാന്തരമാണ് ബിറ്റുമിനസ്. പെട്രോളിയവും പ്രകൃതിവാതകവും. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം. നമുക്കറിയാവുന്ന കാര്യമാണ്. റോഡ്, റെയിൽ, വ്യോമ ഗതാഗതങ്ങൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങി വിവിധ തരം ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. അപ്പോൾ പെട്രോൾ, ഡീസൽ അല്ലാതെ വേറെ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? രാസവളങ്ങളുണ്ട്, കൃത്രിമ റബ്ബറുണ്ട്, കൃത്രിമ നാരുകളുണ്ട്, അതുപോലെ വാസലിനും ഉണ്ട്. ഇത്രയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങൾ. അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. പ്രധാന പോയിൻ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? അസമിലാണ്. അസമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. അപ്പോൾ അസമിലെ ദിഗ്ബോയ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം നടന്നത്. പിന്നെ അസം, ഗുജറാത്തും മഹാരാഷ്ട്രയാണ് പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ദിഗ്ബോയും മുംബൈ ഹൈയും രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടെ നിന്നാണ് ഇത് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്? SCRT ആണ്. അതുകൊണ്ടാണ് പറയുന്നത് SCRTക്ക് തുല്യം SCRT മാത്രമാണ്. വേറെ SCRTൻ്റെ വേറെ ഇതൊന്നും പഠിച്ചിട്ടൊരു കാര്യവുമില്ല. വരികൾക്ക് ഉള്ളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ അസമിലെ ദിഗ്ബോയ് ആണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം ഏതാണ്? പ്രകൃതിവാതകമാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടാറുണ്ട്. പെട്രോളിയം ഇല്ലാതെ പ്രകൃതിവാതക നിക്ഷേപം മാത്രമായിട്ടും കാണപ്പെടാറുണ്ട്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശിൻ്റെ തീരങ്ങളിലാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും തീരങ്ങളിലാണ് ഇന്ത്യയിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായി കാണപ്പെടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ പ്രകൃതിവാതകങ്ങൾ മാത്രമായി കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശും തമിഴ്നാടുമാണ്. അവയുടെ രണ്ടിൻ്റെയും തീരങ്ങളിലാണ് പ്രകൃതിവാതകം മാത്രമായി കാണുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ മുംബൈ ഹൈൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് SCRT ടെസ്റ്റിൽ. മുംബൈ ഹൈ
ഇപ്പോൾ ഈ നമ്മൾ ഈ ടെക്സ്റ്റ് വായിക്കാതെ തന്നെ ഈ പേജ് മറിച്ച് പോകുമ്പോൾ തന്നെ ഈ ചിത്രം കാണും മുംബൈ ഹൈ എന്ന് കണ്ടാൽ അപ്പം തന്നെ നമ്മളെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്രോളിയം പ്രകൃതിവാതകവും എന്നുള്ളതിൽ ഡിഗ്ബോയി ആസാം, അതേപോലെ മുംബൈ ഹൈ, മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ഓർത്തിരിക്കുക. അതേപോലെ ആന്ധ്ര തമിഴ്നാട് തീരങ്ങൾ, ഈ പോയിൻ്റുകൾ ഇതിൽ ഓർത്തിരിക്കണം. ആണവ ധാതുക്കൾ യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. അപ്പോൾ പ്രധാനപ്പെട്ട ആണവധാതുക്കളാണ് യുറേനിയവും തോറിയവും. സമ്പുഷ്ട യുറേനിയമാണ് ഏറ്റവും മികച്ച ആണവധാതു. അപ്പോൾ ആണവധാതുക്കളാണ് ഉദാഹരണമാണ് യുറേനിയം, തോറിയമാണ് ആണവധാതുക്കൾക്ക് ഉദാഹരണം. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായി സമ്പന്നമായ യുറേനിയം നിക്ഷേപമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്രയും ജാർഖണ്ഡും രാജസ്ഥാനുമാണ്. മഹാരാഷ്ട്രയും ജാർഖണ്ഡും രാജസ്ഥാനുമാണ് ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപമുള്ള സംസ്ഥാനം. യുറേനിയം, തോറിയം എന്നിവയാണ് ആണവധാതുക്കൾ. യുറേനിയം നിക്ഷേപം കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്. ഇനി കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരങ്ങളിലും ആണവധാതു നിക്ഷേപമുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ തീരങ്ങളിൽ ആണവധാതു നിക്ഷേപമുണ്ട്. എന്നാൽ അവ ഏതാണ്? കേരളം, തമിഴ്നാട് തീരങ്ങളിലെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ്, ഇൽമൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തീരമണലിൽ നിന്ന് ലഭിക്കുന്ന മോണോസൈറ്റ്, ഇൽമൈറ്റ് എന്ന ധാതുക്കളിൽ നിന്ന് ആണ് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു ആണവധാതുക്കൾക്ക് ഉദാഹരണമാണ്. ആണവധാതുക്കൾ പ്രധാനപ്പെട്ടത് യുറേനിയവും തോറിയവുമാണെന്ന് പറഞ്ഞു. എന്നാൽ കേരള തീരങ്ങളിൽ കാണപ്പെടുന്ന ആണവധാതു ഏതാണ്? മോണോസൈറ്റ്, ഇൽമനൈറ്റ്. അപ്പോൾ ഓപ്ഷനിൽ മോണോസൈറ്റ്, ഇൽമനൈറ്റ് ഏത് വന്നാലും അതാണ് അതിൻ്റെ ഉത്തരം. അതിൽ നിന്നാണ് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ കേരള, തമിഴ്നാട് തീരങ്ങളിൽ കാണപ്പെടുന്ന ആണവധാതു, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ആണവധാതുക്കൾ ഏതാണ്? മോണോസൈറ്റ്, ഇൽമൈറ്റ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കേരള, തമിഴ്നാട് തീരദേശ മണലിൽ കാണുന്ന ആണവധാതുക്കൾ ഏതാണ്? മോണോസൈറ്റും ഇൽമൈറ്റും. അപ്പോൾ ഇതിൽ നിന്നാണ് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങൾ. ഇവിടെ കൂടംകുളം അണുശക്തി നിലയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങൾ ഏതൊക്കെയാണ്? താരാപൂർ, മഹാരാഷ്ട്ര. റാവത്ത് ബട്ട, രാജസ്ഥാൻ. കൽപ്പാക്കം, കൂടംകുളം, തമിഴ്നാട്. കൽപ്പാക്കവും കൂടംകുളം തമിഴ്നാടാണ്. കൈഗ, കർണാടകം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൈഗ, കർണാടകം. കാക്രപ്പാറ, ഗുജറാത്ത്. നറോറ, ഉത്തർപ്രദേശ്. പ്രധാന ആണവോർജ നിലയങ്ങളാണ് മഹാരാഷ്ട്രയിലെ താരാപൂർ, രാജസ്ഥാനിലെ റാവത്ത് ബട്ട, തമിഴ്നാട്ടിൽ രണ്ടെണ്ണമുണ്ട്, കൂടംകുളവും കൽപ്പാക്കവും. പിന്നെ കർണാടകയിലെ കൈഗ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അവസാനഘട്ട ഖാദി ബോർഡ് LDC പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. ഗുജറാത്തിലെ കാക്രപ്പാറ, ഉത്തർപ്രദേശിലെ നറോറ. ഇത്രയും ആണവോർജ നിലയങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഈ ആണവോർജ നിലയങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഏത് സംസ്ഥാനത്ത് വരുന്നു എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഈ കൈഗ 2-3 തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ഖാദി ബോർഡ് LDC പ്രിലിംസിലും അതിനു മുമ്പേ യൂണിവേഴ്സിറ്റി LGMS പ്രിലിംസിൻ്റെ ഘട്ടത്തിലും ഒക്കെ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ചോദ്യമാണ്. അടുത്തതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളാണ് നാം ഏറെക്കാലമായി ഊർജ്ജാവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത്. നമ്മൾ ഊർജ്ജാവശ്യങ്ങൾക്കായി കൽക്കരിയും പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇത്തരം ഊർജ്ജ സ്രോതസ്സുകളെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്നാണ്
പറയപ്പെടുന്നത്. അപ്പോൾ ഈ കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ധാതു വിഭവങ്ങളെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. എന്നാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് കുറച്ച് ദോഷങ്ങളുണ്ട്. ഇവ കത്തിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാണ്. അപ്പോൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കും. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, ഉപയോഗിക്കുന്നതിനനുസരിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരം ഊർജ്ജ സ്രോതസ്സുകളെ പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ ഇത്തരം ധാതുക്കൾ പുനഃസ്ഥാപിക്കപ്പെടാത്തവയായതിനാൽ ഭൂമിയിൽ ഈ വിഭവങ്ങൾ ശുഷ്കമായി കൊണ്ടിരിക്കുകയാണ്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ആണ് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. കൂടാതെ ഇത്തരം ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണവും സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ ഇന്ധനങ്ങൾ കത്തിക്കുന്നത്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ കത്തിക്കുന്നത് വൻതോതിൽ പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്നു. ഇതിന് ബദലായി നാം ഇന്ന് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഇതിനൊരു ആൾട്ടർനേറ്റീവായിട്ട്, പകരമായിട്ടാണ് നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പോൾ ഏതൊക്കെയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം എന്ന് നോക്കാം. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയോർജം, ജൈവവാതകം. സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയോർജം, ജൈവവാതകം എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ റീസെൻ്റായിട്ടും കൂടി ചോദിച്ചതാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും അതിൽ പെടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം അണുവായുധം ഒക്കെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണെങ്കിൽ സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, വേലിയോർജം, ജൈവവാതകം. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിക്കുക. പിന്നെ പാരമ്പര്യേതര ഊർജ്ജത്തിൻ്റെ പ്രത്യേകത, ഇവ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നില്ല, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയുമാണ്, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുമാണ്. അപ്പോൾ എത്രയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെയും കുറിച്ച് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ കാറ്റാടി പാടത്തിൻ്റെയും തിരമാലിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിനനുബന്ധമായി ഓർത്തിരിക്കേണ്ടത്, കേരളത്തിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞമാണ്. വിഴിഞ്ഞത്താണ് കേരളത്തിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. അതേപോലെ കാറ്റാടി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ അട്ടപ്പാടി ഉണ്ട്, അതേപോലെ തമിഴ്നാട്ടിലത്തെ സ്ഥലങ്ങളുണ്ട്, പാലക്കാട് കഞ്ചിക്കോട് ഉണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതനുബന്ധമായിട്ട് ഓർത്തിരിക്കും. ഇനി അടുത്ത ടോപ്പിക്കാണ് ഗതാഗതം. വൈവിധ്യമാർന്ന ഗതാഗത മാർഗങ്ങൾ രാജ്യപുരോഗതിയെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്ന് നോക്കും. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, അവിടെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റുകളൊന്നുമില്ല. ഉൽപ്പാദന മേഖലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നതിനും കാര്യക്ഷമമായ ഗതാഗത വ്യവസ്ഥ അനിവാര്യമാണ്. അപ്പോൾ ഗതാഗത വ്യവസ്ഥ അനിവാര്യമായത് എന്തിനാണ്? ഉൽപ്പാദന മേഖലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കാനും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് ആവശ്യാനുസരണം എത്തിക്കുന്നതിനാണ് ഗതാഗതം അഥവാ ട്രാൻസ്പോർട്ടേഷൻ അനിവാര്യമായത്. ഓരോ പ്രദേശത്തിൻ്റെയും ഭൗതിക സാഹചര്യങ്ങൾക്ക് ഇണങ്ങും വിധമാണ് ഗതാഗത മാർഗങ്ങൾ കണ്ടെത്തുന്നത്. പ്രദേശത്തിനനുസരിച്ചാണ് ഗതാഗത മാർഗങ്ങൾ കണ്ടെത്തുന്നത്. കൂടുതൽ വെള്ളമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഗതാഗതം ആശ്രയിക്കും. പിന്നെ റോഡ് സൗകര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റോഡ് ഗതാഗതം ആശ്രയിക്കും. അപ്പോൾ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾക്കനുസരിച്ചാണ് ഗതാഗത മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഗതാഗത മാർഗങ്ങളിൽ ഒന്നാമത്തെ മാർഗ്ഗമാണ് റോഡ് ഗതാഗതം. റോഡ് ഗതാഗതത്തിൽ ഇവിടെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളെയും നഗരങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന മാർഗ്ഗമാണ് റോഡ് ഗതാഗതം. അത് ജസ്റ്റ് അത്ര ഓർത്താൽ മതി. പിന്നെ ഇതിലുള്ളതാണ് റോഡുകൾ എന്ന് പറഞ്ഞാണ്ട് ഒരു കോളമാക്കി കൊടുത്തിട്ടുണ്ട്. ദേശീയ പാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ, ഇങ്ങനെ 4 ടൈപ്പ് റോഡുകൾ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് ഓരോ റോഡുകൾ എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തേതാണ് ദേശീയ പാതകൾ. രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയ പാതകൾ. അപ്പോൾ എന്താണ് ദേശീയ പാതകൾ? രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളും പ്രധാനപ്പെട്ട നഗരങ്ങളും, പ്രധാന മെഗാ നഗരങ്ങളും, അതേപോലെ രാജ്യത്തെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയ പാതകൾ. ഈ റോഡുകളുടെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരാണ് ദേശീയപാതയുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. നമുക്ക് ദേശീയപാതകൾ നിർമ്മാണ ചുമതല വഹിക്കാൻ നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തന്നെ ഇന്ത്യയിലുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളതാണ്. അടുത്തതാണ് സംസ്ഥാന ഹൈവേകൾ. സംസ്ഥാന ഹൈവേകളുടെ പ്രത്യേകത എന്താണ്? സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ. സംസ്ഥാന തലസ്ഥാനം, ഉദാഹരണമായി കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ 14 ജില്ലകളുടെ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് സംസ്ഥാന ഹൈവേകൾ അഥവാ സ്റ്റേറ്റ് ഹൈവേ. ഈ റോഡുകളുടെ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. അത് പേരിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്, സ്റ്റേറ്റ് ഹൈവേൻ്റെ. ഇനി ജില്ലാ റോഡുകൾ. എന്താണ് ജില്ലാ റോഡുകൾ? ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ജില്ലാ റോഡുകൾ. ഈ റോഡുകൾ നിർമ്മിക്കുന്നതും പരിപാലിക്കുന്നതും ജില്ലാ പഞ്ചായത്തുകളാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തുകളാണ് ഈ റോഡിൻ്റെ നിർമ്മാണവും പരിപാലനവും. ജില്ലാ ആസ്ഥാനങ്ങൾ, അതായത് ജില്ലയുടെ തലസ്ഥാനത്തെ പ്രധാന കേന്ദ്രങ്ങളും ആ ജില്ലയിലെ പ്രധാന മറ്റ് കേന്ദ്രങ്ങളായി ബന്ധിപ്പിക്കുന്നതാണ് ജില്ലാ റോഡുകൾ. ഇനിയാണ് ഗ്രാമീണ റോഡുകൾ. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. അപ്പോൾ ഇന്ത്യയിൽ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ഇതിൻ്റെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണവും പരിപാലനവും, ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഇന്ത്യയിലെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. അപ്പോൾ ഈ റോഡുകൾ എന്നുള്ള ഭാഗത്തിൽ ഈ പ്രധാന 4 റോഡുകളൊന്ന് ഓർത്തിരിക്കണം. ദേശീയ പാതകൾ, അഥവാ നാഷണൽ ഹൈവേ അഥവാ സംസ്ഥാന ഹൈവേകൾ അഥവാ സ്റ്റേറ്റ് ഹൈവേ, ജില്ലാ റോഡുകളും ഗ്രാമീണ റോഡുകളും ഓർത്തിരിക്കണം. ഇനി അടുത്ത പാരഗ്രാഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നുണ്ട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ അവസാനഘട്ട ഖാദി ബോർഡ് LDC പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ LDC പ്രിലിംസിലെ ഖാദി ബോർഡ് LDC പ്രിലിംസിൻ്റെ ചോദ്യം ഇതായിരുന്നു. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഡൽഹി, ബോംബെ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ മെഗാ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്താണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത് പ്രത്യേകം ഓർക്കുക. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്താണ് എന്നുള്ളത്
മെഗാ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന 6 വരിപ്പാതകളാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. 6 വരിപ്പാതകളാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 6 വരിയാണ്. അപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായിട്ട് 4 വരിന്നോ 5 വരിന്നൊക്കെ തന്നാൽ അതിൽ വീഴരുത്. 6 വരി. 6 വരി ഓർക്കുക. ബന്ധിപ്പിക്കുന്ന മെഗാ നഗരങ്ങൾ ഏതൊക്കെയാണ് നോക്കുക. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. ഇന്ത്യയിൽ എല്ലായിടത്തും റോഡ് സാന്ദ്രത ഒരുപോലെ അല്ല. പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയും അത് നമ്മൾ പറഞ്ഞതാണ്, അതൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി അടുത്ത ഗതാഗത മാർഗമാണ് റെയിൽ ഗതാഗതം. അടുത്ത ഗതാഗത മാർഗമാണ് റെയിൽ ഗതാഗതം. റെയിൽ ഗതാഗതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഉണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യയിലാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റെയിൽവേ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ ഫസ്റ്റ് പാരഗ്രാഫിലെ 2 വരികൾക്ക് തന്നെ 2 ചോദ്യങ്ങളാണ് കിടക്കുന്നത്. സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും ഒരുപോലെ പ്രധാനമാണ് റെയിൽ ഗതാഗതം. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് റെയിൽവേക്കുള്ളത്. അത് രണ്ടും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഈ ഫസ്റ്റത്തെ 2 പോയിൻ്റ്, ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യൻ റെയിൽവേ ആണ്. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇന്ത്യൻ റെയിൽവേ. ഈ 2 പോയിൻ്റുകൾ ഓർത്തിരിക്കണം. ഇനി വരുന്ന അടുത്ത പ്രധാനപ്പെട്ട റെയിൽവേനെ കുറിച്ചുള്ളൊരു പോയിൻ്റാണ് 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853. 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം. ഇതൊരു പോയിൻ്റ്. അടുത്ത പോയിൻ്റ് മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ റൂട്ട് ഏതായിരുന്നു? മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ. അപ്പോൾ മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ നീളുന്ന 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു തുടക്കം. അപ്പോൾ 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ഫസ്റ്റ് പോയിൻ്റ്. അത് ഏത് റൂട്ടായിരുന്നു? മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ. ഇനി ആ റൂട്ടിൻ്റെ ദൈർഘ്യം എത്രയാണ്? 34 കിലോമീറ്റർ. അപ്പോൾ 1853 ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെ 34 കിലോമീറ്റർ. 34 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു ആദ്യത്തെ റെയിൽവേ റൂട്ട് ആരംഭിച്ചത്. ഇതാണ് ഇതിലുള്ള ആ പ്രധാന. ഇനി ഇതിൽ വരുന്ന വേറെ ഒരു പോയിൻ്റാണ് നിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേയെ 16 മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഭരണനിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേയെ 16 മേഖലകൾ അഥവാ 16 സോണുകൾ ആയി തിരിച്ചിരിക്കുന്നു. അപ്പോൾ 16 മേഖലകൾ. അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ സോണുകളുടെ എണ്ണം 16. ഇന്ത്യയിൽ എത്ര റെയിൽവേ സോണുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 16. ഇന്ത്യയിൽ എത്ര റെയിൽവേ മേഖലകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 16. സോണുകൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, മേഖല എന്ന് പറയുമ്പോൾ മലയാളമാണ്. അപ്പോൾ ഇന്ത്യയിൽ എത്ര റെയിൽവേ സോണുകളുണ്ട്? 16. ഇപ്പോൾ ഈ പാരഗ്രാഫിലെ പോയിന്റുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് എവിടെ മുതൽ എവിടെ വരെ, പിന്നെ എത്ര കിലോമീറ്ററാണ്, പിന്നെ ഇന്ത്യയിൽ എത്ര റെയിൽവേ സോണുകളുണ്ട് എന്നിവ. ഇതാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. ഈ പോയിൻ്റുകളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കിയാലോ.
ഇനി പാളങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ വർഗീകരണം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പാളങ്ങൾ തമ്മിലുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ റെയിൽവേയെ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിങ്ങനെ 3 വിധത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ പാളങ്ങൾ തമ്മിലുള്ള നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിങ്ങനെ 3 വിധത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കോളത്തിൽ വന്നതാണ്. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തേതാണ് ബ്രോഡ് ഗേജ്. ഇത് നമ്മളെങ്ങനെ വെച്ചാൽ മീറ്റർ ഗേജ് എന്ന് പറയുമ്പോൾ 1 മീറ്ററാണ്. മീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് മീറ്റർ ഗേജ്. ബ്രോഡ് ഗേജ് എന്ന് പറയുമ്പോൾ മീറ്ററിനേക്കാളും കൂടുതൽ, 1 മീറ്ററിനേക്കാളും കൂടുതൽ വരും. നാരോ ഗേജ് എന്ന് പറയുമ്പോൾ മീറ്ററിനേക്കാളും താഴെയാണ് വരുന്നത്. 1 മീറ്ററിൽ താഴെ വരുന്നതാണ് നാരോ ഗേജ്. ഇതാണ് ഇതിൻ്റെ ബേസ്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് നോക്കാം. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ 1.676 മീറ്ററാണ്. പാളങ്ങൾ തമ്മിലുള്ള അകലം ബ്രോഡ് ഗേജിലാകുമ്പോൾ 1.676 മീറ്റർ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മീറ്റർ ഗേജ് ആകുമ്പോൾ അത് 1 മീറ്ററാണ്. നാരോ ഗേജ് ആകുമ്പോഴോ 0.762 മീറ്റർ അല്ലെങ്കിൽ 0.610 മീറ്റർ. 0.762 മീറ്ററോ അല്ലെങ്കിൽ 0.610 മീറ്ററോ ആണ് നാരോ ഗേജ് ആകുമ്പോൾ. ഇനി ഇന്ത്യയിൽ എത്ര ശതമാനം ഉണ്ട് നോക്കിയാൽ ബ്രോഡ് ഗേജ് ആണെങ്കിൽ ഇന്ത്യയിൽ 74% ബ്രോഡ് ഗേജാണ്. മീറ്റർ ഗേജ് ആണെങ്കിൽ 21%, നാരോ ഗേജ് ആണെങ്കിൽ 5%. ഈ കോളം നല്ലോണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് തിരിച്ചും മറിച്ചൊക്കെ ചോദ്യം വരാം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ഒരു 3-4 തവണയെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ബ്രോഡ് ഗേജിൻ്റെ നീളം ചോദിച്ചിട്ടുണ്ട്, അതേപോലെ എത്ര ശതമാനമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കാം. ബ്രോഡ് ഗേജ് ആകുമ്പോൾ 1.676 മീറ്ററും 74%. മീറ്റർ ഗേജ് 1 മീറ്ററാണ്. ഇന്ത്യയിൽ 21% മീറ്റർ ഗേജുകളാണ് ഉള്ളത്. നാരോ ഗേജ് ആകുമ്പോൾ 0.762 മീറ്റർ അല്ലെങ്കിൽ 0.610 മീറ്റർ. അതിൻ്റെ ആനുപാതിക ദൈർഘ്യം 5%. ഇനി റെയിൽവേൻ്റെ പുതിയ പദ്ധതി പ്രകാരം എല്ലാ മീറ്റർ ഗേജും നാരോ ഗേജും ബ്രോഡ് ഗേജാക്കി മാറ്റാനുള്ള ഒരു പദ്ധതി നിലവിൽ ഉണ്ട്. അതിൻ്റെ വർക്കുകളുമായി റെയിൽവേ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് പ്രാവർത്തികമായാൽ ഇന്ത്യയിൽ ബ്രോഡ് ഗേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. മീറ്റർ ഗേജും നാരോ ഗേജും ഉണ്ടാവില്ല. അതിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. മീറ്റർ ഗേജ്, നാരോ ഗേജ് പാതകളെ ബ്രോഡ് ഗേജാക്കി മാറ്റുന്നതിനുള്ള കർമ്മ പരിപാടികൾ റെയിൽവേ ത്വരിതഗതിയിൽ നടത്തി വരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കൊങ്കൺ റെയിൽവേ. ഈ കൊങ്കൺ റെയിൽവേ ഈ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഏതൊക്കെയാണ്? കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ച വർഷമാണ് 1998. ഫസ്റ്റ് പോയിൻ്റ് അതാണ്. 1998 കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ച വർഷം. ഇനി കൊങ്കൺ റെയിൽവേ എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണ്. അപ്പോൾ കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ച വർഷം 1998. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയാണ്. മംഗലാപുരം അഥവാ മാംഗ്ലൂർ വരെയാണ് ഇതിൻ്റെ നീളം, ഇതിൻ്റെ ദൂരം. ഇത് 760 കിലോമീറ്ററാണ് ഇതിൻ്റെ ആകെ നീളം. 760 കിലോമീറ്ററാണ് നീളം. അപ്പോൾ 1998 കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ചു. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ 760 കിലോമീറ്റർ. 760 കിലോമീറ്ററാണ് കൊങ്കൺ റെയിൽവേയുടെ നീളം. സഞ്ചാരപാതയിൽ 146 നദികൾ പിന്നിടുന്ന ഈ പാതയിൽ ഏകദേശം 2000 പാലങ്ങളും 91 തുരങ്കങ്ങളും ഉണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ 760 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. സഞ്ചാരപാതയിൽ ഏകദേശം 146 നദികളെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. 146 നദികളെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. 2000 പാലങ്ങൾ ക്രോസ് ചെയ്യുന്നുണ്ട്. 2000 പാലങ്ങളും 146 നദികളും 91 തുരങ്കങ്ങളും. 91 തുരങ്കങ്ങളാണ് ഉള്ളത്. അപ്പോൾ 146 നദികളെ ക്രോസ് ചെയ്ത്
2000 പാലങ്ങളിലൂടെ 91 തുരങ്കങ്ങളും പിന്നിട്ട് 760 കിലോമീറ്റർ നീളത്തിൽ മഹാരാഷ്ട്രയിലെ റോഹം മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് കൊങ്കൺ റെയിൽവേ. 1998 ഇതിൻ്റെ പണി പൂർത്തിയായത്. അടുത്ത പോയിൻ്റ്, ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം എവിടെയാണെന്ന് ചോദിച്ചാൽ കൊങ്കൺ റെയിൽവേയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം കൊങ്കൺ റെയിൽവേയിലാണ്. 6.5 കിലോമീറ്ററാണ് ദൂരം. 6.5 കിലോമീറ്റർ ദൂരമുള്ള റെയിൽവേ തുരങ്കം, ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം കൊങ്കൺ റെയിൽവേയിലാണ്. 6.5 കിലോമീറ്റർ ദൂരമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കം കൊങ്കൺ റെയിൽവേയിലാണ്. അപ്പോൾ ഏഷ്യയുമായി ബന്ധപ്പെട്ട് രണ്ടെണ്ണമാണ് നമുക്ക് റെയിൽവേയിൽ പഠിക്കാനുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖല ഇന്ത്യൻ റെയിൽവേയാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായ കൊങ്കൺ റെയിൽവേയിലാണ്. 6.5 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. ഇനി മഹാരാഷ്ട്ര, ഗോവ, കർണാടകം എന്നീ സംസ്ഥാനങ്ങൾ ഈ സംരംഭത്തിൽ പങ്കാളികളാണ്. അപ്പോൾ കൊങ്കൺ റെയിൽവേയിൽ പങ്കാളികളായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര നമ്മൾ പറഞ്ഞു, മഹാരാഷ്ട്ര റോം മുതൽ കർണാടകയുടെ മംഗലാപുരം വരെയാണെന്ന് പറഞ്ഞു. ഈ 2 സംസ്ഥാനങ്ങളെ കൂടാതെ ഗോവയാണ് ഇതിൽ പങ്കാളി. അപ്പോൾ അടുപ്പിച്ചുള്ള 3 സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗോവ, കർണാടകം. ഈ 3 സംസ്ഥാനങ്ങളാണ് ഈ സംരംഭത്തിൻ്റെ പങ്കാളികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊങ്കൺ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഈ നമ്പറുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. നമ്പറുകൾ തെറ്റിച്ചിട്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് മോഡലിൽ എപ്പോഴും ഇതിലുള്ള നമ്പറുകൾ തെറ്റിച്ചിട്ടാണ് തരാറ്. ശരിയായവ തെറ്റായവ കണ്ടെത്താണ്. അപ്പോൾ നമ്പറുകൾ നോട്ട് ചെയ്ത് വെക്കുക. ജലഗതാഗതമാണ്. ജലഗതാഗതത്തിൻ്റെ ഏറ്റവും മേന്മകൾ എന്തൊക്കെയാണ്, അതായത് ജലഗതാഗതത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ജലഗതാഗതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. വൻതോതിലുള്ള ചരക്കു ഗതാഗതത്തിന് ഉചിതം. വൻതോതിൽ നമ്മൾ ചരക്കുകൾ കൊണ്ടുപോകാൻ ഏറ്റവും ഉചിതമായ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. പരിസ്ഥിതിക്ക് മലിനീകരണം ഉണ്ടാവുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചതാണ്. ഇപ്പോൾ ജലഗതാഗതത്തിൻ്റെ പ്രത്യേകതകൾ: ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ്. ഇന്ധനം കുറവായിരിക്കും, കാരണം ജലത്തിലൂടെയുള്ള മൂവ്മെൻറ്റ് ആവുമ്പോൾ. പിന്നെ വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉചിതമാണ്. നമുക്കറിയാം, വലിയ കണ്ടെയ്നർ ഷിപ്പിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുപോകാം. അത്ര എന്തായാലും നമുക്ക് കരമാർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചതാണ്. കാരണം അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയുമ്പോൾ ഈ കണ്ടെയ്നർ കപ്പലുകളൊക്കെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന് ഏറ്റവും യോജിച്ചത് ജലഗതാഗതമാണ്. അപ്പോൾ ജലഗതാഗതത്തിൻ്റെ പ്രത്യേകതകളാണ് ഈ 4 പോയിന്റുകൾ. ഇത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ജലഗതാഗതത്തെ പൊതുവായി 2ആയി തരംതിരിക്കാം: ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതവും. അപ്പോൾ ജലഗതാഗതത്തെ 2ആയിട്ട് തരംതിരിക്കാം: ഉൾനാടൻ ജലഗതാഗതം അല്ലെങ്കിൽ സമുദ്ര ജലഗതാഗതം. ഈ ജലഗതാഗതം പറയുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ജലഗതാഗത വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ KB ഗണേഷ് കുമാറാണ്. ആൻ്റണി രാജു ആയിരുന്നു, പക്ഷേ ഇപ്പോൾ മാറിയിട്ട് KB ഗണേഷ് കുമാർ ആയിട്ടുണ്ട്. 2 മന്ത്രിമാർ രാജിവെച്ചിട്ട് പുതിയ 2 മന്ത്രിമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി ചോദിച്ചാലും ജലഗതാഗത വകുപ്പ് മന്ത്രി ചോദിച്ചാലും അത് KB ഗണേഷ് കുമാറാണ് പുതിയത്. നമ്മളെ LDC ഒക്കെ വരുമ്പോൾ എന്തായാലും ഇതാണ് ഫാക്റ്റ്. ഇപ്പോൾ റീസെൻ്റായ പരീക്ഷകൾക്കൊക്കെ ആണെങ്കിൽ അതിൽ ആൻ്റണി രാജു ആയിരിക്കും, പക്ഷേ ഇപ്പോൾ ആൻ്റണി രാജു മാറിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ തുറമുഖ മന്ത്രി V അബ്ദുറഹ്മാൻ, തുറമുഖ മന്ത്രിയൊക്കെ ആയിരുന്ന അഹമ്മദ് ദേവർകോവിലുണ്ട്, അദ്ദേഹവും രാജിവെച്ചിട്ടുണ്ട്. തുറമുഖ അല്ല, അഹമ്മദ് ദേവർകോവിലുണ്ട്, അദ്ദേഹം രാജിവെച്ച് അദ്ദേഹത്തിന് പകരം കടന്നപ്പള്ളി രാമചന്ദ്രനാണ് പുതിയ മന്ത്രിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വകുപ്പുകൾ ഓർത്തിരിക്കണം. മ്യൂസിയം ആയിരുന്നു അഹമ്മദ് ദേവർകോവിലിൻ്റെ വകുപ്പ്, പുരാവസ്തു മ്യൂസിയം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പുതിയ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. ഇനി നമുക്ക് ഉൾനാടൻ ജലഗതാഗതവും സമുദ്ര ജലഗതാഗതവും പറഞ്ഞു.
നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെയാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത്. നദികൾ, കായലുകൾ, കനാലുകൾ തുടങ്ങിയ ജലാശയങ്ങളെയാണ് ഉൾനാടൻ ജലഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ താഴെ പറയുന്ന ജലാശയങ്ങളാണ് വൻതോതിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിനായി പ്രയോജനപ്പെടുത്തുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗംഗ, ബ്രഹ്മപുത്ര നദികളും അതിൻ്റെ പോഷക നദികളും, ഗോദാവരി, കൃഷ്ണ നദികളും പോഷക നദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, ഗോവയിലെ മണ്ടോവി, സുവാരി നദികൾ, കേരളത്തിലെ കായലുകൾ. അപ്പോൾ ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗപ്പെടുത്തുന്ന ജലാശയങ്ങളാണ് ഗംഗ, ബ്രഹ്മപുത്ര നദികളും അതിൻ്റെ പോഷക നദികളും, ഗോദാവരി, കൃഷ്ണ നദികളും അതിൻ്റെ പോഷക നദികളും, ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, അതേപോലെ ഗോവയിലെ മണ്ടോവി, സുവാരി നദികൾ, കേരളത്തിലാണെങ്കിലോ കായലുകൾ, അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ, അങ്ങനെ കേരളത്തിലെ കായലുകളാണ്. ഇനി അടുത്തതൊരു കോളാണ്, പ്രധാനപ്പെട്ട കോളാണ്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷമാണ് 1986. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി, ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം 1986. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപീകൃതമായ വർഷം 1986. ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ് ആദ്യത്തെ. ഇവ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദേശീയ ജലപാത 1 ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ 1620 കിലോമീറ്റർ നീളത്തിലാണ് ദേശീയ ജലപാത 1. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സദിയ മുതൽ ധുബ്രി വരെ 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമ തീര കനാലിൽ 205 കിലോമീറ്റർ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയും, പശ്ചിമ തീര കനാൽ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ എന്ന് പറയാം, കൊല്ലം മുതൽ കോഴിക്കോട് വരെ, രണ്ടും ഓപ്ഷനിലുണ്ടെങ്കിൽ രണ്ടോ തരം ഓപ്ഷനിൽ. അപ്പോൾ കൊല്ലം കോഴിക്കോട് എന്ന് പറഞ്ഞാലും കൊല്ലം മുതൽ കോട്ടപ്പുറം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ഏക ദേശീയ ജലപാതയാണ് ഇത്. പിന്നെ ദേശീയ ജലപാത 4 ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ 1095 കിലോമീറ്റർ. അടുത്തത് ദേശീയപാത 5 ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ജലപാതകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ദേശീയ ജലപാത 1 ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ 1620 കിലോമീറ്റർ. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സദിയ മുതൽ ധുബ്രി വരെ 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 കേരളത്തിലെ ഏകദേശീയ ജലപാതയാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ പശ്ചിമ തീര കനാൽ 205 കിലോമീറ്റർ. ചമ്പക്കര ഉദ്യോഗമണ്ഡലം എന്നും ചോദിക്കാറുണ്ട്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അല്ലെങ്കിൽ കൊല്ലം മുതൽ കോഴിക്കോട് വരെ രണ്ടും വരാം. പശ്ചിമ തീര കനാൽ അഥവാ വെസ്റ്റ് കോസ്റ്റ് കനാലിൽ 205 കിലോമീറ്റർ. ചമ്പക്കര ഉദ്യോഗമണ്ഡലം.
അടുത്തത് ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ, കാക്കിനഡ ടു പുതുച്ചേരി ദേശീയ ജലപാത 4 1095 കിലോമീറ്ററാണ്. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിക്കുന്ന ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ, അല്ലെങ്കിൽ താൽച്ചർ ദാംബ്ര എന്നും പറയാം. താൽച്ചർ ദാംബ്ര എന്നും പറയാം. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥ 623 കിലോമീറ്റർ. താൽച്ചർ ദാംബ്ര, ഓക്കെ, ഇങ്ങനെയും പറയാം. താൽച്ചർ മുതൽ ദാംബ്ര വരെയാണ്. അപ്പോൾ ഇത് ഈ 5 ദേശീയ ജലപാതകൾ പ്രധാനപ്പെട്ടതാണ്. ഇത് ഒരുപാട് തവണ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഈ സഞ്ചാരത്തിനും ചരക്കുഗതാഗതത്തിനും മാത്രമല്ല, ഉൾനാടൻ മത്സ്യബന്ധനത്തിനും വിനോദസഞ്ചാരത്തിനും ഉൾനാടൻ ജലഗതാഗതത്തെ പ്രയോജനപ്പെടുത്തുന്നു. അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മളെ കുട്ടനാടൊക്കെ കായലുകളിലെ ഉൾനാടൻ ജലഗതാഗതം, നമ്മൾ ടൂറിസ്റ്റ് ഹൗസ് ബോട്ട് ഒക്കെ ഉണ്ടല്ലോ, വിനോദസഞ്ചാരത്തിന് പ്രയോജനപ്പെടുത്തുന്നത് നമുക്കറിയാം. അപ്പോൾ അതങ്ങനെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട പോയിൻ്റ് അല്ല. ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി 12ഓളം പ്രധാന തുറമുഖങ്ങളും 185ഓളം ചെറിയ തുറമുഖങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ 12 പ്രധാന തുറമുഖങ്ങളാണ് ഉള്ളത്. ചെറുതായിട്ട് 185 ചെറിയ തുറമുഖങ്ങളുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട 12 തുറമുഖങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഇന്ത്യയിലെ തുറമുഖങ്ങൾക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ. അപ്പോൾ 12 പ്രധാന തുറമുഖങ്ങളാണ് ഇന്ത്യയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ടില ഗുജറാത്താണ്. മുംബൈ മഹാരാഷ്ട്ര. നവാശേവ മർമഗോവ. മംഗലാപുരം കൊച്ചി. ഈ നവാശേവി മർമഗോവയും ഗോവയിലാണ്. മംഗലാപുരം കർണാടകയിലും കൊച്ചി കേരളത്തിലും. തൂത്തുക്കുടി ചെന്നൈ തമിഴ്നാട്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്. പാരദീപ് തുറമുഖം ആൻഡമാനിലാണ്. ഹാൽഡിയ കൊൽക്കത്ത ബംഗാളിലാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 6 തുറമുഖങ്ങൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 12 തുറമുഖങ്ങളാണ്. കണ്ടില ഗുജറാത്തിലെ കണ്ടില തുറമുഖം ഗുജറാത്തിലാണ്. അവിടെ ചെറിയ തുറമുഖങ്ങളും പ്രൈവറ്റ് തുറമുഖങ്ങളും വേറെ ഉണ്ട്. അപ്പോൾ പ്രധാനമായും 12 തുറമുഖങ്ങളാണ് നമുക്ക് മേജർ തുറമുഖങ്ങളായിട്ടുള്ളത്. അപ്പോൾ അവ ഏതൊക്കെയാണെന്നുള്ളത് എന്തായാലും പഠിച്ചിരിക്കണം. കണ്ടില, മുംബൈ, നവാശേവ, മർമഗോവ, മംഗലാപുരം, കൊച്ചി, തൂത്തുക്കുടി, ചെന്നൈ, വിശാഖപട്ടണം, പാരദീപ്, ഹാൽഡിയ, കൊൽക്കത്ത. ഇത്രയും തുറമുഖങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വിഴിഞ്ഞം ആഴക്കടൽ വിവിധോദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങളാകും. വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. അത് പൂർത്തിയായാൽ കേരളത്തിൽ 2 തുറമുഖങ്ങളാകും. കൊച്ചിക്ക് പുറമെ വിഴിഞ്ഞം കൂടി വരും. അപ്പോൾ 2 തുറമുഖങ്ങളുള്ള സംസ്ഥാനമായി കേരളം മാറും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതൽ ആണ് എന്നതും നിർദ്ദിഷ്ട തുറമുഖത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള ഒരു പോയിൻ്റാണ് ഇതിൽ. നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖം എന്താണെന്നുള്ളത് ജസ്റ്റ് നോക്കുക. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആരാണെന്നുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് കേരള ഫാക്റ്റിൽ വരുന്നതാണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം അതിനെക്കുറിച്ച്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായാൽ കേരളത്തിൽ 2 തുറമുഖങ്ങൾ ആകും. അപ്പോൾ ഇതിങ്ങനെ കോളത്തിലൊരു പോയിൻ്റ് തന്നതാണ്.
പിന്നെ നമ്മൾ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു, കേരളത്തിൽ തീരയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന ഏക സ്ഥലമാണ്. അതാണ് വ്യോമഗതാഗതം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഇന്ത്യയുടെ വ്യോമഗതാഗതം. അപ്പോൾ ഇന്ത്യയുടെ വ്യോമഗതാഗതം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. ഇതിനു കീഴിൽ 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളടക്കം 126 വിമാനത്താവളങ്ങളുണ്ട്. അപ്പോൾ മൊത്തം 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളടക്കം 126 വിമാനത്താവളങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ കോർപ്പറേഷനുകളാണ് യഥാക്രമം അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ കൈകാര്യം ചെയ്യുന്നത്. നിരവധി സ്വകാര്യ കമ്പനികളും ഇന്ത്യയിൽ വിമാന സർവീസുകൾ നടത്തുന്നു. അപ്പോൾ ഇതിൽ വ്യോമഗതാഗതത്തിനെ കുറിച്ച് കൂടുതലൊന്നുമില്ല. മൊത്തം 11 അന്താരാഷ്ട്ര എയർപോർട്ടുകൾ ഇന്ത്യയിലുണ്ട്. അതടക്കം 126 വിമാനത്താവളങ്ങളാണ്. ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും അടക്കം 126 വിമാനത്താവളങ്ങളാണ്. 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ്. ഇതിലാണ് ആകെയുള്ള പോയിൻ്റ് ഇതാണ്. ഇന്ത്യയിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 11. മൊത്തം എത്ര വിമാനത്താവളങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 126. അതിൽ ഈ ഒരു പോയിൻ്റ് മാത്രമേ നമുക്ക് ഓർത്തിരിക്കാനുള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മളെ SCRT ബേസ് ചെയ്തുകൊണ്ടുള്ള മൊഡ്യൂൾ 2 പ്രകാരമുള്ള ഇന്ത്യ ഭൂമിശാസ്ത്രം എന്ന മൊഡ്യൂളിൽ വരുന്ന SCRT പാഠപുസ്തകങ്ങളെ മുഴുവൻ ക്ലാസ്സുകളും ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഉടൻ തന്നെ മൊഡ്യൂൾ 3 പ്രകാരമുള്ള ക്ലാസ്സുകളാണ് തുടങ്ങുന്നത്. ഇതിന് ഇനി അഡീഷണൽ റീഡിംഗ് ഉണ്ട്. അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ വീണ്ടും ചെയ്യാം. അപ്പോൾ എനിക്ക് എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെയാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി അധ്വാനിക്കുക, വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബായ്.